ഗുഡ് മോർണിംഗ് മൈ ഡിയർ കിഡ്സ്. വെൽക്കം ടു മൈ കിഡ്സ് ഗാർഡൻ. എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് ഒരു ഫൺ ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് എ മുതൽ ഇസഡ് വരെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ക്യൂ മുതൽ ഇസഡ് വരെ ഉള്ളൊരു ഫൺ ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും എന്തോ ചെയ്യുക, ആദ്യം ആൽഫബറ്റ് ലെറ്റേഴ്സ് നല്ലതുപോലെ എഴുതി പഠിക്കണം. എ മുതൽ ഇസഡ് വരെയുള്ള ലെറ്റേഴ്സ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് എഴുതേണ്ടതെന്നും എല്ലാം കറക്റ്റായിട്ടുള്ള മെത്തേഡിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോസും സ്കിപ്പ് ചെയ്യാതെ കാണുക. എ മുതൽ ഇസഡ് വരെയുള്ള എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പ്ലേലിസ്റ്റിൽ കറക്റ്റായിട്ടും ഓർഡറിൽ ഞാനാണെങ്കിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞു മക്കൾ അത് പഠിച്ചതിന് ശേഷം എന്തോ ചെയ്യുക, ഞാൻ പറയുന്ന ഈ ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. ഇപ്പം ഫൺ ആക്ടിവിറ്റീസ് ഞാൻ ഇംഗ്ലീഷിൻ്റെ നേരത്തെയും പഠിപ്പിച്ചിട്ടുള്ള ലെറ്റേഴ്സിൻ്റെ ഫൺ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം എൻ്റെ കുഞ്ഞുമക്കൾ ചെയ്ത് നോക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തോ ചെയ്യുക, നിങ്ങൾ ഞാൻ പറയുന്ന ഈ ആക്ടിവിറ്റീസുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അക്ഷരങ്ങൾ ലെറ്റേഴ്സ് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ആക്ടിവിറ്റീസ്. നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾ ആദ്യം എഴുതി പഠിക്കുക. പഠിച്ചത് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന കണക്ക് നിങ്ങൾക്ക് ഞാൻ ഉപയോഗിച്ചത് തന്നെ ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾക്ക് എന്ത് സാധനങ്ങൾ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എന്ത് സാധനം ഉണ്ടെങ്കിലും അത് വെച്ച് ഇതുപോലെ ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പെട്ടെന്ന് അക്ഷരങ്ങൾ പിടികിട്ടും. നമ്മളിപ്പം പറഞ്ഞു കൊടുക്കുന്നതും എഴുതി കൊടുക്കുന്നതും കാട്ടിലുമൊക്കെ ഇതുപോലുള്ള ഒരു ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ആ പറഞ്ഞു കൊടുത്തിട്ടുള്ള അത് ഉള്ളിൽ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും കൂടെ ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? അപ്പോൾ നോക്കിക്കേ, ഏതൊക്കെ ലെറ്റേഴ്സ് ആയിരുന്നു നമ്മളിതിനകത്ത് എഴുതിയിരിക്കുന്നത്? ക്യൂ, ആർ, എസ്, ടി, യു, വി, ഡബ്ല്യു, എക്സ്, വൈ, ഇസഡ് അല്ലേ? ഇത്രയും ലെറ്റേഴ്സായിരുന്നു നമ്മൾ ഒരു സെക്ഷനിൽ പഠിച്ചിരുന്നത് അല്ലേ? അതിനകത്തെ ക്യൂ എന്ന് പറയുന്ന ലെറ്റർ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടോ? എങ്ങനെയാണ്? നമ്മൾ ക്യൂവിനെ റൗണ്ട് ചെയ്ത് വരുത്തി എന്നിട്ട് എന്തോ ചെയ്യുക, ക്യൂവിനൊരു വാലങ്ങിട്ട് കൊടുക്കുന്നു അല്ലേ? ക്യൂവിനൊരു വാലിനെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആർ എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? ആർ എഴുതിയത് ഒരു സ്റ്റാൻഡിങ് ലൈനിനെ കൊടുത്തു. എന്നിട്ട് എന്തോ ചെയ്യുന്നു, നമ്മൾ ഒരു കർവ് കൊടുത്തിട്ട് ഒരു സ്ലാൻഡിങ് ലൈൻ കൊടുത്തു. അപ്പോൾ അത് ഏത് ലെറ്ററായി? ആർ എന്ന് പറയുന്ന ലെറ്ററായി അല്ലേ? നെക്സ്റ്റ് നമ്മൾ ലെറ്റർ ഏതാണ്? എസ്. എസ് എന്ന് പറയുന്ന ലെറ്റർ എങ്ങനെയാണ്? എസ് എന്ന് പറയുന്ന ലെറ്റർ പാമ്പ് കണക്ക് വരുന്നൊരു ലെറ്റർ അല്ലേ? കറങ്ങി 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 വരുന്നൊരു ലെറ്റർ. നമ്മൾ കൈയെടുക്കാതെ എഴുതുന്ന ലെറ്ററാണ് എസ് അല്ലേ? എസ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെറ്റർ ഏതായിരുന്നു? ടി. ടി എന്ന് പറയുന്ന ലെറ്റർ എങ്ങനെയാണ്? നമ്മളൊരു സ്റ്റാൻഡിങ് ലൈനിനെ കൊടുത്തിട്ട് മേലിൽ ഒരു സ്ലീപ്പിംഗ് ലൈൻ കൊടുക്കുന്നു സപ്പോർട്ടാക്കി അല്ലേ? അപ്പം അത് ഏത് ലെറ്ററായി? ടി എന്ന് പറയുന്ന ലെറ്ററായി. പിന്നെ നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? യു. ഏതാ ലെറ്റർ? യു. കണ്ടോ? യു എന്ന് പറയുന്ന ലെറ്റർ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന്? മേളോട്ട് കറങ്ങി മേളോട്ട് കയറി വന്ന് അല്ലേ? അത് ഏത് ലെറ്ററായി? കറങ്ങി വരുന്ന ലെറ്റർ യു അല്ലേ? നെക്സ്റ്റത്തെ ലെറ്റർ ഏതാണ്? ബി. അത് ശ്രദ്ധിച്ചോണം. ഈ ബി എന്ന് പറയുന്ന ലെറ്ററും ഡബ്ല്യു എന്ന് പറയുന്ന ലെറ്ററും ഒരുപോലെയാണ് അല്ലേ? നിങ്ങൾക്ക് കാണപ്പം എഴുതപ്പോഴെല്ലാം മനസ്സിലാവും. നമ്മൾ വി എന്ന് പറയുന്ന ലെറ്റർ ഒരു സ്ലാൻഡിങ് ലൈൻ കൊടുക്കുന്നു, അതിനോട് ചേർന്നൊരു സ്ലാൻഡിങ് ലൈനും കൊടുക്കുന്നു വി എന്ന് പറയുന്ന ലെറ്ററിന് അല്ലേ? അപ്പം അതുപോലെ തന്നെ ഡബ്ല്യു എഴുതപ്പോഴും എന്തോ ചെയ്യുന്നു, നമ്മൾ അതുപോലെ സ്ലാൻഡിങ് ലൈൻ കൊടുക്കുന്നു, സ്ലാൻഡിങ് ലൈൻ കൊടുക്കുന്നു, വീണ്ടും സ്ലാൻഡിങ് ലൈൻ കൊടുക്കുന്നു, വീണ്ടും സ്ലാൻഡിങ് ലൈൻ കൊടുക്കുന്നു അല്ലേ? കൈ എടുക്കാതെ പോകുന്ന ആ മൂവ്മെൻറ്റ് അല്ലേ? അതാണ് ഡബ്ല്യു. അതുപോലെ ഈ ഡബ്ല്യു എഴുതപ്പം അതിൻ്റെ രണ്ട് ആ സൈഡ് ഉണ്ടല്ലോ, കോർണറുകൾ, രണ്ട് സെയിം ഹൈറ്റിൽ നിൽക്കണം. ഒന്ന് കയറി ഒന്ന് ഇറങ്ങി അങ്ങനെ നിൽക്കില്ല, സെയിം ലെവലിൽ തന്നെ നിൽക്കണം.
അതുകൊണ്ടാണ് 4 ലൈനിൽ എഴുതി പഠിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അതങ്ങ് ശരിയാവും, അവരങ്ങനെ തെറ്റിക്കില്ല. പിന്നെ എന്നിട്ട് അതുകൊണ്ടാണ് പറയുന്നത് ലൈൻസ് ഇട്ട് ആദ്യം എഴുതി പഠിക്കുക. നമ്മൾ സ്കൂളുകളിലാണെങ്കിലും നമ്മൾ ലൈൻസ് ഇട്ട് ഉള്ള ബുക്കിലല്ലേ ആദ്യം എഴുതുന്നേ. അപ്പോൾ അത് ഓൾറെഡി അവർക്കതങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പ്രാക്ടീസ് ആവും. പിന്നെ നെക്സ്റ്റ് നമ്മൾ പഠിച്ച ലെറ്റർ ഏതാണ്? എക്സ്. എക്സ് എന്ന് പറയുന്ന ലെറ്റർ എങ്ങനെയാണ്? 2 സ്ലാൻഡിങ് ലൈനെ ക്രോസ് ചെയ്ത് വയ്ക്കും. ക്രോസ്, അതാണ് എക്സ് എന്ന് പറയുന്ന ലെറ്റർ. പിന്നെ വരുന്ന ലെറ്ററാണ് വൈ. വൈ എന്ന് പറയുന്ന ലെറ്റർ എങ്ങനെയാണ്? വൈ എന്ന് പറയുന്ന ലെറ്ററും നമ്മൾ ചരിച്ചൊരു സ്ലാൻഡിങ് ലൈൻ കൊടുക്കുന്നു, വീണ്ടും അവിടെ നിന്നൊരു സ്ലാൻഡിങ് ലൈനും കൊടുക്കുന്നു. അതാണ് വൈ എന്ന് പറയുന്ന ലെറ്റർ. ഇതാണ് ലെറ്റർ വൈ. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ടും എഴുതുന്ന ലെറ്ററാണ് ഇസഡ്. ഏതാണ് ലെറ്റർ? ഇസഡ്. ഇസഡ് എന്ന് പറയുന്ന ലെറ്റർ എങ്ങനെയാണ് എഴുതുന്നത്? നമ്മളൊരു സ്ലീപ്പിംഗ് ലൈനിനെ കൊടുക്കും, എന്നിട്ട് ചരിച്ചൊരു സ്ലാൻഡിങ് ലൈൻ കൊടുക്കും, വീണ്ടും ഒരു സ്ലീപ്പിംഗ് ലൈൻ കൊടുക്കും. അതാണ് ഇസഡ് എന്ന് പറയുന്ന ലെറ്റർ. ഓക്കെ ആണോ? നമ്മൾ ഇത്രയും എ മുതൽ ഇസഡ് വരെയുള്ള ലെറ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൽഫബറ്റ് ലെറ്റേഴ്സിൽ 2 ഉണ്ട്, ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ. ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ. അതിനകത്തെ ക്യാപിറ്റൽ ലെറ്ററാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ ആണോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ എല്ലാ കുഞ്ഞു മക്കൾക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്റ്റ് നമ്പറും മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. അതിൽ ഹായ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അതിനുള്ള റിപ്ലൈ നമ്മൾ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.